നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എവിടെ തിരിഞ്ഞാലും സ്ഥാനാർത്ഥികൾ ആരാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയമൊക്കെ കണ്ടു കഴിഞ്ഞു പലരും. പക്ഷെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലായാലും BJP-യിലായാലും ഇപ്പോഴിതാ CPM-ലായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് CPM പറയുമ്പോൾ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. എന്നാൽ കോൺഗ്രസിലും BJP-യിലും അങ്ങനെയല്ല, കൃത്യമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ് നിന്നാൽ ജയിക്കുമെന്ന് തോന്നുന്ന അനവധി കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത്. എന്നാൽ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പറയുന്നത് താൻ മത്സരത്തിന് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം എടുത്ത നിർണായക തീരുമാനമാണ് ഇവിടെ പറയുന്നത്. വൈക്കത്ത് കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമോ? താര സ്ഥാനാർത്ഥികൾ കോട്ടയത്തേക്ക് എത്തുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം സജീവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരുക്കം അതുപോലെ തുടരാനാണ് രാഷ്ട്രീയ കക്ഷികൾ താഴെത്തട്ടിൽ നിർദ്ദേശം നൽകിയത്. പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിലും അനൌദ്യോഗിക ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നുമുണ്ട്. ജില്ലയിലെ ഇപ്പോഴുള്ള MLA-മാരിൽ CPI-യിലെ CK ആശ വൈക്കം ഒഴികെ എല്ലാവരും മത്സരിക്കാനാണ് സാധ്യത. CPI 2 ടേമാണ് ഒരു MLA-ക്ക് നൽകുന്നത്. ആശ 2 തവണ പിന്നിട്ടു. ഇനി മത്സരിക്കണമെങ്കിൽ പാർട്ടി പ്രത്യേക അനുമതി നൽകണം. കഴിഞ്ഞ തവണ ഇതേ കാരണം പറഞ്ഞാണ് പീരുമേട്ടിൽ ബിജിമോളെ മത്സരരംഗത്ത് നിന്ന് മാറ്റിയത്. ഇളവ് ലഭിച്ചാൽ ആശയ്ക്ക് സാധ്യത തെളിയും. ഇല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥിയെ CPI രംഗത്തിറക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലും വീണ്ടും മത്സരിക്കണമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഇവിടെ മറ്റ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നില്ല. എന്നാൽ താൻ മാറി നിൽക്കാൻ പകരം മറ്റാരെങ്കിലും കയറിക്കോട്ടെ എന്ന ചാണ്ടി ഉമ്മന്റെ ആവശ്യം അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. ചാണ്ടി പുതുപ്പള്ളിയിൽ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അച്ചു ഉമ്മന് സാധ്യതയുണ്ടായിരുന്നു. ഇനി ചാണ്ടി ഇല്ലെങ്കിൽ അച്ചു കയറുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ടായിരുന്നു. CPM-ൽ നിന്ന് മന്ത്രി VN വാസവൻ തന്നെയാകും ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥി. വാസവൻ തുടർച്ചയായി ഒരേ മണ്ഡലത്തിൽ നിന്ന് 2 തവണ MLA ആയിട്ടില്ലാത്തതിനാൽ CPM-ലെ ടേം നിബന്ധന ബാധകമാകില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് വാസവൻ. കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് തന്നെ മത്സരിക്കും. കേരള കോൺഗ്രസിന്റെ സീറ്റുകളിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കാനാണ് പാർട്ടിയുടെ ധാരണ. കാഞ്ഞിരപ്പള്ളിയിൽ N ജയരാജും പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളും തന്നെ സ്ഥാനാർത്ഥികളായേക്കും. പാലാ സീറ്റ് മാണി C കാപ്പന് തന്നെ നൽകാനാണ് UDF-ന്റെ ധാരണ. മാണി C കാപ്പൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞു. നേതാക്കൾ പരസ്യമായി തള്ളുന്നുണ്ടെങ്കിലും കേരള കോൺഗ്രസ് M UDF-ൽ എത്തിയേക്കാമെന്ന പ്രചരണം അന്തരീക്ഷത്തിൽ ഇപ്പോഴുമുണ്ട്. ഇത് ശരിയായാൽ ജില്ലയിൽ ഇരുപക്ഷത്തെയും സീറ്റ് ധാരണകൾ മാറിമറിയും. മുന്നണി ധാരണകൾ നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ധാരണ തുടരുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടികൾ. കോൺഗ്രസ് 5, കേരള കോൺഗ്രസ് 3, മാണി C കാപ്പൻ വിഭാഗം 1 എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ സീറ്റ് വിഭജനം. LDF-ൽ CPM 3, CPI 1, കേരള കോൺഗ്രസ് M 5 എന്നിങ്ങനെയും കോട്ടയം, പുതുപ്പള്ളി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, വൈക്കം എന്നിവിടങ്ങളിൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു. പാലായിൽ മാണി C കാപ്പൻ മത്സരിച്ചു. UDF-ൽ സീറ്റുകൾ വച്ചുമാറിയേക്കും. LDF-ലാകട്ടെ പാല, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, കടുത്തുരുത്തി സീറ്റുകൾ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. കോട്ടയം, ഏറ്റുമാനൂർ, പുതുപ്പള്ളി എന്നിവിടങ്ങളിൽ CPM, വൈക്കത്ത് CPI-യും മത്സരിച്ചു. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ലെന്നാണ് പാർട്ടി പുറത്തു പറയുന്നത്. എന്നാൽ പാലയിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മത്സരിക്കണമെന്ന് കേരള കോൺഗ്രസ് M-ൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റുമാനൂർ സിറ്റിംഗ് UDF-ൽ കേരള കോൺഗ്രസ് ലഭിക്കുകയാണെങ്കിൽ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ എന്നിവരുടെ പേരുകൾ സജീവമായി പരിഗണിക്കുന്നുണ്ട്. PC ജോർജിന്റെ ജനപക്ഷം BJP ലയിച്ച ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ തന്നെ മത്സരിക്കണമെന്ന ആഗ്രഹം PC ജോർജിനും ഉണ്ട്. മകനും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഷോൺ ജോർജിനെ പാലാ മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട്. ജോർജ് ജയിച്ച പഴയ പൂഞ്ഞാർ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പുതിയ പാല. മത്തോലി പോലെ BJPക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകളും പാലാ മണ്ഡലത്തിൽ ഉണ്ട്. ഇതാണ് ഷോണിന്റെ പേര് പരിഗണിക്കാൻ BJPയെ പ്രേരിപ്പിക്കുന്നത്. പുതുപ്പള്ളിയിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറെന്ന ചാണ്ടി ഉമ്മൻ MLA ഇന്നലെ വയനാട്ടിൽ കോൺഗ്രസിന്റെ ലക്ഷ്യ 2026 ക്യാമ്പിൽ പറഞ്ഞത് വാർത്തയായി. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയാണ് ചാണ്ടി ഇക്കാര്യം അറിയിച്ചത്. ഈ നിർദ്ദേശം കോൺഗ്രസ് തള്ളി. യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നാണ് ക്യാമ്പിൽ ചാണ്ടി ആവശ്യപ്പെട്ടത്.